അപ്പൊ ഇന്നലെ സാംസങ് S26 അതായത് S26, S26 Plus, S26 Ultra ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായി. അപ്പം ഇത് ഒരു റിവ്യൂ വീഡിയോ, ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഒന്നുമല്ല. കാരണം എൻ്റെ കയ്യിൽ ഫോണൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇത് ചുമ്മാ എനിക്കിപ്പോ ഓൺലൈനിലുള്ള ഇൻഫർമേഷൻസ്, ലോഞ്ച് വീഡിയോസും അങ്ങനെ പല ഇൻഫർമേഷൻസ് എനിക്ക് ഫോം ചെയ്തൊരു ഒപ്പീനിയൻ, S26 സീരീസിനെ കുറിച്ച് എനിക്ക് ഫോം ചെയ്ത ഒപ്പീനിയൻ ആണ്. സോ ദിസ് ഇസ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെറിയ S26 തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല. ആകെയുള്ളത് എന്താ, ഒന്നുമില്ല. ഡിസൈൻ മാറ്റി. ക്യാമറ ഡിസൈൻ എന്ന് പറയുമ്പോൾ മൊത്തം ഡിസൈൻ ചേഞ്ച് ചെയ്തല്ല, അതിൽ ക്യാമറ ആയാലും ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ്, കാണാൻ ഭംഗി. പിന്നെ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ നിന്ന് മാറി എക്സിനോസിലേക്ക് മാറിയിട്ടുണ്ട്. എക്സിനോസിന്റെ ചിപ്സെറ്റാണ് യൂസ് ചെയ്തത്. സോ അതവിടെയിട്ട് ബാക്കിയെല്ലാം ക്യാമറ, ചാർജിങ് പീഡ്, ഡിസ്പ്ലേ എല്ലാം കഴിഞ്ഞ ഒരു മാറ്റമില്ല. ബട്ട് 128GB മാറി 256 ആക്കിയിട്ടുണ്ട്. ആപ്പിൾ ഐഫോൺ ചെയ്ത പോലെ ബേസ് സ്റ്റോറേജ് 256 ആക്കി. പക്ഷെ അവിടെ ഒരു ക്യാച്ച് എന്താ വെച്ചാൽ പ്രൈസ് നല്ലപോലെ കൂട്ടിയത്. അതായത് 89 സംതിങ് ആണ് S26ന്റെ പ്രൈസ് കിട്ടുക. ആ പ്രൈസിന് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അത് വേർത്തല്ല. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ 82,000 ആണെങ്കിൽ ഐഫോൺ 17 12 മണി വരുന്നു. പിന്നെ S26 പ്ലസിന്റെ കാര്യം പറയുമ്പോൾ സെയിം, പ്രത്യേകിച്ച് ഒരു മാറ്റമില്ലാത്ത ഫോൺ. ചിപ്സെറ്റ് മാറ്റിയിട്ടുണ്ട്, ചെറുതായിട്ട് ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. S26 Ultra നമ്മളെ കിങ് ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഇവിടെയിട്ട് കുറെ ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് അവരെ കീ സെല്ലിംഗ് പോയിന്റ് ഫീച്ചറാണ് പ്രൈവസി ഡിസ്പ്ലേ. സോ ഈ പ്രൈവസി ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ അതായത് നോർമലി നമ്മൾ സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ് വാങ്ങിയിട്ടല്ലോ, പ്രൈവസി സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ്. അതിന് പകരം ഇത് ഡിസ്പ്ലേ ഇന്റഗ്രേറ്റഡ് ആണ്. അതായത് നമുക്ക് വേണ്ടപ്പം ഓൺ ചെയ്യാം. അത് ഏത് ആപ്പിന് വേണമെങ്കിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓൺ ആക്കാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷന് വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഓൺ ആക്കാം. ഓർ ഇപ്പോൾ നമ്മൾ പാസ്വേഡ് എൻട്രി ചെയ്യാം, ആ പാസ്വേഡ് എൻട്രിക്ക് മാത്രമായിട്ട് ഓൺ ആക്കാം. സോ അതൊരു യൂസ്ഫുൾ ഫീച്ചറാണ് ഓബിയസ്ലി. പക്ഷെ അത് ഒരു ഡിവൈസ് ബൈ ചെയ്യാനുള്ള കീ സെല്ലിംഗ് പോയിന്റ് ആകുമോ, അല്ലെങ്കിൽ ഒരാൾ ഡിവൈസ് ചൂസ് ചെയ്യേണ്ട ഒരു റീസൺ ആകുമെന്ന് വെച്ചാൽ ഡൗട്ട്ഫുൾ ആണ്. ബിക്കോസ് അതിന് വേണ്ടിയിട്ട് പുതിയ സീരീസ് മേടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ബാക്കി ക്യാമറാസ് വെച്ച് നോക്കുകയാണെങ്കിൽ സെയിം ആണ്. S25, S26 സെയിം ക്യാമറ സെൻസേഴ്സ് ആണ്. എൻ്റെ അപ്പേച്ചേഴ്സ് ചെറുതായിട്ടൊന്ന് വൈഡ് ആക്കിയിട്ടുണ്ട്. ആൻഡ് അവിടെ ഇവിടെ സോഫ്റ്റ്വെയർ ടേക്സ് ഉണ്ടാവും ചെറുതായിട്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഇമ്പ്രൂവ്മെന്റ് ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ബട്ട് അത്ര വലിയ നോട്ടീസബിൾ നൈറ്റ് ആൻഡ് ഡേ ഡിഫറൻസ് ഒന്നും S25 Ultra, S26 Ultra തമ്മിൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഓക്കെ, പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു AI ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ അത് മറ്റേ മോഷൻ ലോക്ക് ചെയ്ത്, അതായത് ഓറിയന്റേഷൻ ലോക്ക് ചെയ്യും. അതായത് നമ്മളിപ്പോൾ ആക്ഷൻ മോഡിലായി ഫോണിലാക്കി, അല്ലെങ്കിൽ സാംസങ്ങിൽ ഉണ്ടായിരുന്ന ആക്ഷൻ മോഡ്, അതൊന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ എത്ര കറക്റ്റ് ഇങ്ങനെയൊക്കെ ഷേക്ക് ചെയ്താലും സംഭവം ഭയങ്കര സ്റ്റേബിൾ ഷൂട്ട് ചെയ്യും ആ മോഡ് ഓൺ ആക്കിയാൽ. ഓക്കെ, സോ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. കാരണം നല്ല വീഡിയോസ് എടുക്കാൻ പറ്റും. വീഡിയോസ് നല്ലപോലെ എടുക്കാൻ, അതായത് അതിൽ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യണം, ആക്ഷൻ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പോസിബിൾ ആണ് ഈ ഒരു ഫീച്ചർ വെച്ച്. ബാക്കി ഫീച്ചേഴ്സ് ഒന്നും എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഉള്ളത് ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് AI ആണ്. അതായത് AI ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരും. പിന്നെ AI നമുക്ക് ഫോട്ടോ എടുക്കാൻ പഠിപ്പിച്ചില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ ഇത് ഇമേജ് ബാക്ക്ഗ്രൗണ്ട്, ഐഫോണിലൊക്കെ ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു യൂസ് ഇല്ലാത്തൊരു സാധനം ഉണ്ടായി, അതേപോലെ ഒരു സാധനം ഏറ്റവും കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. പിന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ S25ഉം S26 ഒക്കെ 5000 mAh ആണ്. പക്ഷെ ചാർജിങ് സ്പീഡ് അവർ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. ചാർജിങ് ഇപ്പോൾ 60 വാട്ടിലേക്ക് പോയിട്ടുണ്ട്. സോ അതൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ്. അല്ലാണ്ട് അതിന് ഇപ്പൊ എന്താ പറയാ, അതിന്റെ പ്രൈസ് വരുന്നത് ഓൾമോസ്റ്റ് 1,40,000 അടുത്താണ് ഇന്ത്യൻ മണി പ്രൈസ് വരുന്നത്. അതായത് 8GB 12GB 256GB. സോ നമുക്കിപ്പോൾ S25 സീരീസ് ഭയങ്കര ഡിസ്കൗണ്ടിൽ കിട്ടും. ആ 1 lakhന്റെ താഴേക്ക് എന്തായാലും പല സ്ഥലത്തും കിട്ടും. ഓക്കെ, അപ്പൊ പിന്നെ S26 മേടിക്കാനായിട്ട് എൻ്റെ ഒരു കീ സെല്ലിംഗ് പോയിന്റ് ഉണ്ടോ എന്ന് ഓണസ്റ്റ്ലി ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. യു ആർ ബെറ്റർ ഓഫ് വിത്ത് S25 Ultra than S26 Ultra if you want to save some money. ഓക്കെ, ഇനിയിപ്പോ
ഐ ഡോണ്ട് നോ സാംസങ് വൈ സാംസങ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഇപ്പൊ എന്താ പറയാ, S22 സീരീസ് തൊട്ടാന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ക്യാമറ അപ്ഗ്രേഡ്സ് ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്തോ ഒരു ക്യാമറ അപ്ഗ്രേഡ്സും എന്റെ അറിവിൽ ഉണ്ടായിട്ടില്ല. S26 അൾട്രയിൽ പിന്നെ ടെലിഫോട്ടോ ഒന്ന് അപ്ഗ്രേഡ് ആക്കി, മെയിൻ ക്യാമറ ഒന്ന് അപ്ഗ്രേഡ് ആക്കി VS. പക്ഷെ അതേപോലെ ബേസ് മോഡൽസ് ഉണ്ടല്ലോ S26 പ്ലസ്, അതിലൊന്നും യാതൊരു ക്യാമറ അപ്ഗ്രേഡും ഇതുവരെ കുറെ കാലത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ 89,000 കൊടുത്ത് മേടിക്കുന്നത് ഒരിക്കലും പോകത്തില്ല. ബിക്കോസ് അതിലും ബെറ്റർ ഓപ്ഷൻസ് ആൻഡ്രോയിഡ് തന്നെയുണ്ട്. വിവോ X300 ഉണ്ട്, ഓപ്പോ Find X8 ഉണ്ട്. സോ അതൊക്കെ ഉള്ളപ്പോ ഒരിക്കലും ഒരു S26 മേടിക്കേണ്ട ആവശ്യമില്ല. അൺലെസ് യു ആർ എ ഹാർഡ് കോർ സാംസങ് ഫാൻ, നിങ്ങൾക്ക് ആ ഫോൺ വേണം എന്നെന്തോ ഇതിന് നിർബന്ധം എടുക്കാം. അതേപോലെ S26 അത്ര ഒരിക്കലും ഒരു ബാക്ക് ഫോൺ അല്ല. ബട്ട് അതിലും ബെറ്റർ ഓപ്ഷൻസ് ആ പ്രൈസ് പോയിന്റ് തന്നെ കിട്ടും. കാരണം വിവോ അൾട്രാസ് ഉണ്ട്, ഓപ്പോടെ Find X9 അൾട്ര ഉണ്ട്. അങ്ങനത്തെ ഫോൺസ് ഒക്കെ ആ ഒരു പ്രൈസ്, അതിനും കുറവ് പ്രൈസിൽ ആക്ച്വലി 1 lakh അബോ ആണെങ്കിലും S26 അൾട്രനും കുറവ് പ്രൈസ് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് S25 അൾട്ര മേടിച്ചാലും കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. ഡിസൈൻ ചെറുതായിട്ടൊന്നും ചേഞ്ച് ചെയ്തില്ല. അതിന് ഞാൻ പറഞ്ഞ ക്യാമറ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ചെയ്തത് ടൈറ്റാനിയം മാറ്റി അലൂമിനിയം ആക്കിയിട്ടുണ്ട്. അതും ഒരു റെഗുലർ പേഴ്സൺ നോട്ടീസ് ചെയ്യാൻ പോകുന്ന ചോദിച്ചാൽ ഇല്ല. ബട്ട് ദ ഫോൺ ഇസ് ലൈറ്റർ. S25 അൾട്രനൊപ്പം S26 അൾട്ര ലൈറ്റർ ആണ്, സ്ലിമ്മർ ആണ്. ഒരു ഭയങ്കര ബോറിംഗ് ഫോണാണ് S26 അൾട്ര. S25 അൾട്ര ഒരു ബോറിംഗ് ഫോണാണെങ്കിൽ ഇപ്പൊ S26 അൾട്ര എടുക്കുന്നതിനായിട്ട് നല്ലത് S25 അൾട്ര ആണ്. ബിക്കോസ് യു ഗെറ്റ് ദ സെയിം സെൻസേഴ്സ്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ്, AI ഫീച്ചേഴ്സ് ഒക്കെ മിക്കവാറും S25 സീരീസിലും കിട്ടും. ബൈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് 7 years അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വർഷമായിട്ടല്ലേ ഉള്ളൂ അത് ലോഞ്ച് ചെയ്തിട്ട്. ഇനിയും 6 years അപ്ഡേറ്റ് കിട്ടും, സെക്യൂരിറ്റി അപ്ഡേറ്റും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കിട്ടും. സോ അത്രയും സ്പെൻഡ് ചെയ്ത് വാങ്ങിക്കാൻ മാത്രം S26 അൾട്രയിൽ ഒന്നും ഇല്ല. ഒരു കീ സെല്ലിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, ഇപ്പം കാശുണ്ട് മേടിക്കണമെങ്കിൽ മേടിച്ചു. ഇതൊക്കെയാണ് എൻ്റെ ഒരു തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ആപ്പിളിന്റെ ലോഞ്ച് ഉണ്ട്, അതേപോലെ നത്തിങ് ഫോർ ലോഞ്ച് ഉണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. കാരണം നമ്മൾ പുതിയ ചാനലാണ്. നമ്മളിങ്ങനെ ടെക്കിനെ കുറിച്ച് ഇതിപ്പോൾ റാൻഡായി പോയി തോന്നുന്നു, പക്ഷേ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുക, എൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.